ബിഗ് ബോസിന് നമ്മുടെ അനീഷേട്ടൻ നല്ല രീതിയിലുള്ളൊരു മാപ്പ് ചോദിച്ചുകൊണ്ടൊരു ഇത് എഴുതുകയാണ്. തോറ്റതിന് ന്യായീകരണമില്ല എന്നറിയാം, എങ്കിലും ഞങ്ങളോട് ദയ തോന്നി ഈ ടാസ്ക് ജയിച്ചതായി പ്രഖ്യാപിക്കാൻ ബിഗ് ബോസിന് അലിവ് തോന്നണേ. സസ്നേഹം സ്വേച്ഛാധിപതികളുടെ അടിമ. ഇങ്ങനെയൊക്കെ എഴുതിയതിന് ശേഷം നമ്മുടെ അനീഷേട്ടനും അതേപോലെ തന്നെ ആര്യൻ, നമ്മുടെ റെന ഫാത്തിമ, ബിന്നീൻ്റെ ടാസ്ക് ഇതുവരെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ബിന്നി മാത്രമാണ് അത് ഒരു തവണയെങ്കിലും കംപ്ലീറ്റ് ചെയ്തത്. അത് വേറെ ആർക്കും അത് സാധിക്കുന്നില്ല. അതുകൊണ്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കറക്റ്റായിട്ട് ബിന്നി അത് ചെയ്യുന്നുണ്ട്. സന്തോഷം കൊണ്ട് അനീഷേട്ടൻ അവിടെ കിടന്ന് തുള്ളിച്ചാടുന്നുണ്ട്. അപ്പോഴേക്കും റെന ഫാത്തിമ ഓടിപ്പോയി അടുത്ത ഓരോ ഗ്ലാസ് നേരത്തെ അതിൻ്റെ മേലെ വെക്കുന്ന ടാസ്ക് വേഗം വേഗം ചെയ്യുന്നുണ്ട്. എന്താണെങ്കിലും ഇവരെല്ലാവരും വെയിറ്റ് ചെയ്യാണ്. ബിഗ് ബോസ് വീടിൻ്റെ പുറത്ത് വലിയ കളികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അനുമോളും അതേപോലെ ആദില, നൂറ, ശൈത്യ ഇവരൊക്കെ ഫുഡ് എടുത്ത് കഴിച്ചു. ആ 7 പേർക്ക് വേണ്ടിയുള്ള ഫുഡായിരുന്നു. കേക്ക് കഴിച്ചു, ബ്രൗണി കഴിച്ചു, എല്ലാം കഴിച്ചു എന്ന് പറഞ്ഞ് ജിസേൽ ബിഗ് ബോസ് വീട്ടിൽ ഇന്നലെ രാത്രി വലിയ ബഹളമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവരിനി വന്നു കഴിയുമ്പോൾ നമുക്ക് എന്താണെന്ന് കാണാം. ഇന്ന് എന്താണെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ വലിയ അടിയാണ് നടക്കാൻ പോകുന്നത്. അനു ഉണ്ട്, ആദില, നൂറ ഇവരൊക്കെയുണ്ട്. നെവിൻ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ക്വിറ്റ് ചെയ്ത് പുറത്തേക്ക് പോകുമെന്ന് രാവിലെ തൊട്ടേ ജിസേലിനോട് പറയുന്നുണ്ട്. ഞങ്ങൾ 2 പേരിൽ ഇനി ഒരാളെ ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ ജിസേലിനോട് രാവിലെ തൊട്ടേ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. എല്ലാത്തിൻ്റെയും കാരണക്കാരൻ നെവിൻ തന്നെയാണ്. നെവിനാണ് ഈ ഫുഡെല്ലാം കൊണ്ട് അവർക്ക് കൊടുത്തത്.